much, sir. See you and powder off. ഹലോ looks good. That's the name. ഒരു ദിവസം എത്ര ലിറ്റർ കുടിക്കണം ആഗ്രഹം, പക്ഷേ ഇല്ല. നിങ്ങൾ എത്ര കുടിക്കാറുണ്ട്? 3 ലിറ്റർ. ഫുള്ള് വെള്ളം ഏത് ചാനലാണ്? CVTV. അതാണ് 3 ഗ്ലാസ് വെള്ളം. 3 ലിറ്റർ. വെജാണോ നോൺ വെജാണോ ഇഷ്ടം? ഞാൻ പൊതുവെ നോൺ വെജാണ് കഴിക്കാറുള്ളത്. ഏതാ ഇഷ്ടം? നോൺ വെജിൻ്റെ അകത്ത് ഏതാ ഇഷ്ടം? നോൺ വെജിനകത്ത് ഫിഷ്. എന്താ ഇഷ്ടം? മത്തി. ആണോ? സെയിം പിഞ്ച്. മത്തി. അത് തന്നെ, സെയിം പിഞ്ച്. ശരി, അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം കണ്ടിന്യൂ. ഒരു കാര്യം ചോദിച്ചോട്ടെ, അമേരിക്കയിൽ ഏലിയൻസ് ഉണ്ടോ? ഏലിയൻസ് ഉണ്ടോ? പ്രോഗ്രാം അമേരിക്കയിൽ ഏലിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അമേരിക്കയിലെ ഏലിയൻസ് ഉണ്ടെന്നാണ് പൊതുവെ ആൾക്കാർ പറയുന്നത്. പക്ഷേ നമ്മളത് കണ്ടിട്ടില്ലല്ലോ ഈ ഏലിയൻസ് ഒക്കെ ഇങ്ങനെ വരുന്നത്. നമ്മൾ സിനിമയിലല്ലേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ പക്ഷെ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അമേരിക്കയിലുണ്ടോ എന്ന് എനിക്കറിയാം. പക്ഷേ ഏലിയൻസ് തീർച്ചയായിട്ടും ഉണ്ട്. കാരണം മനുഷ്യർ മാത്രമല്ലല്ലോ ലോകത്തുള്ളത്, മനുഷ്യരല്ലാത്ത വേറെ പ്ലാനറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ഏലിയൻസ് ഉണ്ടായിരിക്കുമല്ലോ. പക്ഷെ അവരുടെ വരികയും പോവുകയും ചെയ്യാറുണ്ട്. അവിടെ കാണാൻ പറ്റില്ല. അവർ നമ്മളെക്കാളും നമ്മളെയൊക്കെ നമ്മളെ കാണാത്ത രീതിയിൽ അവർ വരും. ബോംബ് ഹോൾ എന്ന് പറയും. അതിലേക്ക് എൻ്റെ ഏലിയൻസിനെ എനിക്ക് ഇഷ്ടമാണോ? ഞാൻ ആലോചിക്കുന്നുണ്ട് ഏലിയനെ കിട്ടിയ കല്യാണം കഴിക്കും. കാരണം ഏതായാലും മനുഷ്യന്മാരെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഡിവോഴ്സ് ആകുന്നു, പ്രശ്നങ്ങളുണ്ടാകുന്നു, അല്ല എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ ഏലിയൻസിനെ കല്യാണം കഴിച്ചാൽ ചിലപ്പം ലോകത്തെ ആദ്യം സംഭവിക്കുന്നത് ഏലിയനെ കല്യാണം കഴിച്ച പെൺകുട്ടി ഏലിയൻ കുട്ടിയല്ല, ഏലിയനെ കല്യാണം കഴിച്ചു. കാത്തിരിക്കണോ? വേണ്ടിയിട്ട് കാത്തിരിക്കണോ? ഏലിയന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഏലിയൻ വന്നാൽ നോക്കാം, ആലോചിക്കാം. അപ്പൊ ഈ ഏലിയന്റെ ജാതകമൊക്കെ നോക്കുന്നത് എങ്ങനെ? കല്യാണം കഴിക്കണം. ഏലിയന്റെ ജാതകം നമ്മുടെ ജാതകം എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂമിയിൽ ജനിച്ചോട്ടെ. ഏലിയൻ ജനിച്ചത് വേറെ പ്ലാനറ്റിലായിരിക്കും. അപ്പൊ ജാതകത്തിന് വേറെ എന്തെങ്കിലും കോഡൊക്കെ ചിലപ്പം അവരുടേതായിട്ടുള്ള ടെക്നോളജി കാണും. സീരിയൽ നമ്പർ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ സീരിയൽ നമ്പർ ആയിരിക്കും. പിന്നെ ഏലിയനെ കല്യാണം കഴിച്ചാൽ കുട്ടി ഉണ്ടാവുന്ന ഉറപ്പ് ഉണ്ടാവുന്ന ഉറപ്പ്? അത് ഏലിയൻ്റെ അടുത്ത് ചോദിക്കണ്ടല്ലോ. ഏലിയൻ ഇപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ജീവികളിലും മറ്റ് ഗ്രഹങ്ങളിലും ജീവികളുണ്ടെന്നാണല്ലോ പറയുന്നത്. അത് ജസ്റ്റ് ഒരു ജീവി മാത്രമല്ലല്ലോ, അവിടെ അവർക്കൊരു കൂട്ടമൊക്കെ ഫാമിലിയൊക്കെ കാണുമല്ലോ. അവർ കുട്ടി ഉണ്ടാവുന്നതുകൊണ്ടായിരിക്കുമല്ലോ അവർക്ക് ഏലിയൻസ് തന്നെ ഇങ്ങനെ ഒത്തിരി ഉണ്ടാവും. തീർച്ചയായിട്ടും ഏലിയൻ മീറ്റിംഗ് വിത്ത് മാൻ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ കൂടുതൽ ഇനിയും കണ്ടന്റ് ഉണ്ടാക്കട്ടെ. കറക്റ്റ് ഒരു ചോദ്യം അല്ല, ഓക്കെ. ഏലിയനും അയ്യോ അത് നമുക്ക് അങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ലല്ലോ. ആരെങ്കിലും കല്യാണം കഴിക്കണമല്ലോ ഏലിയനെ, അതല്ലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ഏലിയനെ അങ്ങനെ കിട്ടുവാണെങ്കിൽ കല്യാണം കഴിച്ച് നോക്കാം. ഭാഗ്യമുണ്ടാവും. താങ്ക് യു. പുള്ളി
പക്ഷേ എനിക്ക് ആകെ സേവ് വിഷ്ണു എന്ന് പറഞ്ഞാൽ സേവ് ആയിട്ട് ഫോക്കസ് മീഡിയയിലെ ഓക്കെ ഞാനേ യൂസ് ചെയ്യണം. ഇവരാണ് ഓണർ. ഓക്കെ ജിഷ്ണു ആണോ നീ മെസ്സേജ് അതന്നെ ഡയറ്റിലാണ് കുറച്ച് മതി. റൈസ് കുറച്ചിട്ട് കൂടുതൽ വെജിറ്റബിൾസ് കഴിക്കും. അതാണ് ഹെൽത്തി. ഇത് ഒരു സ്പൂണേ ഉള്ളൂ. ചേച്ചിയുടെ കുറെ അറിയാനാണ്. കഴിഞ്ഞു. നിങ്ങൾ തട്ടി വീഴും. നിങ്ങൾ പോയി കഴിക്കും. പപ്പടം വേണ്ട. പപ്പടം ഇച്ചിരി ഓയിലാണ്. ഓയിലില്ലാത്ത പപ്പടം. ഇതിനോട് എന്തൊരു സാലഡ്. സൂര്യപ്രകാശിൽ ഇത് ഏതാ ഓയില്ലാത്ത പപ്പടം വേണമെന്ന് പറഞ്ഞു. എയർ ഫ്രൈഡ് സൺ ടച്ചഡ് പപ്പടം. ടച്ചഡ് പപ്പടം. കസ്റ്റർഡ്. എന്താണിത്? കുറച്ച് വഴി കൊടുക്കൂ. എല്ലാരും പോയി കഴിക്കൂ. 10,000 മുതൽ പ്ലീസ് DM. പ്ലീസ് ഡി എനിക്ക് ആരും മെസ്സേജ് ആണല്ലേ ഒന്നോട് മെസ്സേജ് ഇട്ടാ മതി. കഴിക്കാൻ ഓക്കെ, ഓക്കെ. അങ്കിതയ്ക്ക് മനസ്സിലായി ആ മഡോണ ഏതാണെന്ന് പറഞ്ഞ്. മെസ്സേജ് അയച്ചോളൂ. ഐസ്ക്രീം അല്ല അയ്യോ. അതെ മഡോണ പോപ്പ് സിംഗർ ക്യാൻഡി ഷോപ്പ്. അവർ ലാസ്റ്റ് ഇറക്കിയ ആൽബാണ് ക്യാൻഡി ഷോപ്പ്. ശരിയല്ലേ? കാണിച്ചു തരൂ. ഞാൻ കറിയില്ല. ക്യാമറ മാറ്റിട്ട് കാണിച്ചു. ഞാൻ കറിയില്ല. അവര് കണ്ടു പറ എന്നാലും ആരാ ഫോൺ എടുക്കുക സെർച്ച് ചെയ്യും. പോണോ വരില്ലേ? തിരിച്ചു വരും. അല്ല മഡോണെ പറ്റി ചോദിച്ചോണ്ട് ഇനി വരില്ല. വീട്ടിലായിരുന്ന പിന്നെ എന്താ ഇപ്പം? അത് ഞാൻ ഇതുവരെ ഇല്ല. വേറെ എന്തെങ്കിലും ഡയറ്റിനെ പറ്റി അല്ല ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കണം? ഞാനതൊന്നുമില്ല. ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ ട്രെയിനർ പറഞ്ഞിരിക്കുന്നത് മിനിമം 4 എങ്കിലും. പക്ഷെ അത് എത്താറില്ല. ഞാനൊരു 4 സമയമെങ്കിലും റീഫിൽ ചെയ്ത് കുടിക്കാറുണ്ട്. പക്ഷെ അളവൊന്നും കൃത്യമായിട്ട് ഞാൻ നോക്കാറില്ല. ഇടയ്ക്കിടയ്ക്ക് കുടിച്ചു. 4 ലിറ്റർ അല്ലേ? അല്ല 4 കൂടുതൽ ആദ്യം ഗൂഗിൾ ചെയ്ത് റാപ്പിഡ് ഫയർ പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിക്കൊണ്ട് വന്ന് ചോദിക്കണം. അടുത്തിന് ആലോചിക്കണ്ടേ? മയമ്മ എന്ന സിനിമയുടെ പേര് മൂവി ചെയ്തു. കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എല്ലാം എടുത്തിട്ടില്ല. റിജക്ട് ചെയ്തു. നല്ല കോൾ അറ്റൻഡ് ചെയ്തില്ല. കോൾ എടുത്ത് ഞാൻ സംസാരിച്ചു. പക്ഷെ അത് നല്ല സെയിം അതുപോലത്തെ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് തന്നെ വന്നു. പിന്നെ അതുകൊണ്ട് വേണ്ട. എങ്ങനത്തെ വേഷങ്ങൾ ചെയ്യാനാണ് താല്പര്യം? എങ്ങനത്തെ വേഷത്തിനെക്കാട്ടിലും നല്ലൊരു സിനിമയുടെ ഒരു പാർട്ടാവണം എന്നാണ് മെയിൻ. കാരണം ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഗ്രോയിങ് സ്റ്റേജാണ്. അപ്പോൾ ഇന്ന ക്യാരക്ടർ എനിക്ക് വേണമെന്ന് പോലെ ഞാൻ ഇവിടെ വീട്ടിൽ ഇരിക്കത്തേ ഉള്ളൂ. അപ്പം നല്ല മൂവീസ് ട്രൈ ഔട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്യാരക്ടേഴ്സ് ചെയ്ത് വേണമെന്ന് എനിക്ക് പിന്നെ ആലോചിച്ചെടുക്കാം. നേരത്തെ പറഞ്ഞില്ലേ തടി കുറച്ചത് അവസരങ്ങൾക്ക് വേണ്ടി. തടി ഉണ്ടായപ്പോൾ അവസരം കിട്ടിയില്ല. തടി കുറച്ചത് അവസരങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന്. അപ്പോൾ അത് അപ്പോൾ തടി കുറഞ്ഞപ്പോൾ അവസരങ്ങൾ എങ്ങനെയാണ്? അവസരങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ നല്ല നോക്കിയെടുക്കണ്ടേ. അപ്പോഴും സെലക്ട് ചെയ്യുമോ? സെലക്റ്റീവ് ആവുന്നല്ല, നല്ല ക്യാരക്ടർ ചെയ്യാൻ പറ്റൂ.
മാക്രോ പോലൊരു മൂവിയിലെ നായികയായിട്ട് വിളിക്കുന്നു. മാക്രോ എന്താ മാർക്കോ ആ ഓക്കെ. ഒരു നായിക ഇല്ലല്ലോ, ഉണ്ടുണ്ട്, നായികയുണ്ട്. ഒരു പരസ്യം മാത്രമല്ല. കുഴപ്പമില്ല, ഉദ്യോഗത്തോടല്ല പിന്നെ ആരാ ചെയ്യാത്ത? ഇഷ്ടപ്പെട്ട നടനാരാണ് കൂടെ അഭിനയിക്കാനായിട്ട്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ അന്ന് എല്ലാവരും നമുക്ക് ക്രഷൊക്കെ ഉണ്ടാവുമല്ലോ സിനിമയിൽ, മലയാള സിനിമയിൽ അങ്ങനെ ഒരു ക്രഷൊക്കെ ഉണ്ടാവും. ഡിക്കനോടാ ക്രഷ്? ഡിക്കുവാണ് ക്രഷ്. ആലോചിച്ചോളൂ. ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ എല്ലാരും അടിപൊളിയായിട്ടല്ല ആക്ട് ചെയ്യുന്നത്. ആസിഫിക്കറിന്റെ അടിപൊളിയായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഫഹദ്, എത്ര പേരുണ്ട്. അപ്പൊ ആരുടെ കൂടെ അഭിനയിച്ചാലും അതൊരു ലോട്ടറി തന്നെയാണ്. നായികയായിട്ട് മാത്രമേ അഭിനയിക്കാറുള്ളൂ. അങ്ങനൊന്നുമില്ല, ഒരു ചെറിയ വേഷം കിട്ടില്ലായിരുന്നു. ചെറിയ വിഷയമല്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് അറിയപ്പെടുന്ന ഒരു നല്ല ക്യാരക്ടർ, പെർഫോം ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് കിട്ടിയാൽ ചെയ്യും. എങ്കിലിപ്പോൾ പഠിക്കുവാണോ? അല്ല, പഠിത്തം എന്തിനാ MBA പഠിച്ചേ? എന്റെ ഞാനിപ്പോ ചോദിക്കാറുണ്ട് എന്നോട് തന്നെ, മര്യാദയ്ക്ക് നേരത്തെ ഇൻഡസ്ട്രി കയറി എന്തെങ്കിലും അഭിനയിച്ചു തുടങ്ങിയാൽ മതിയായിരുന്നു. വെറുതെ ഒരു 2.5 വർഷം കളഞ്ഞു. വേസ്റ്റ് ആയി പോലെ. വേസ്റ്റ് പോയിട്ടൊന്നുമില്ല. MBA പഠിച്ചാൽ നമുക്ക് നമ്മുടെ ലൈഫ് ഹാൻഡിൽ ചെയ്യാൻ കുറച്ചുകൂടെ മാനേജ്മെന്റ് സ്കിൽസ് സ്വന്തം ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. 3 വർഷം MBA പഠിക്കണോ? അതിന് 2 വർഷം പഠിക്കണോ? അതിന് എത്ര പിന്നെ ജോലി ചെയ്തു. ഇവിടെ കൊച്ചിയിൽ ജോലി ചെയ്തു. ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ എന്തായിരുന്നു? അക്കൗണ്ടിങ് അക്കൗണ്ടിങ് ഫിനാൻസ് ആയിരുന്നു. പിന്നെ ഇന്ത്യവുഡ് എന്ന് പറയുന്ന ഏരീസ് അറിയാമായിരിക്കുമല്ലോ, ഏരീസ് എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അവർ പ്രൊഡക്ഷനൊക്കെ ചെയ്തു. പ്രൊഡക്ഷൻ അല്ല, ഇന്ത്യവുഡ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട് ഈ ഫിലിം റിലേറ്റഡ്. അപ്പോൾ അവിടെയായിരുന്നു വർക്ക് ചെയ്തത്. കഴിഞ്ഞോ? നിങ്ങളൊക്കെ കൈ കഴിക്കുന്നില്ലേ? റോബോട്ടിക് പോലെ സിബി എന്നോട് രക്ഷപ്പെടുത്തടാ. വയസ്സ് നോക്കാൻ വേണ്ടി. അതന്നെ എനിക്ക് ആലോചിക്കുന്നത്. അവരോട് എടാ 20 എപ്പോഴാണ് MBA പാസ് ഔട്ട് ആയത്? 2019-18 ഇവളെപ്പറ്റി പറയുകയാണെങ്കിൽ നല്ല ഒരു കലാകാരിയാണ്. മന്ദിരം വേറെ വളരെ പാവമായിരുന്നു. ആയിരുന്നു. പക്ഷെ ഇപ്പം അല്ലാന്ന് ചോദിച്ചാൽ ഇപ്പോഴും ആണ്. ബേസിക്കലി അല്ലാന്ന് ചോദിച്ചാൽ ആണ്, പക്ഷെ ആണെന്ന് ചോദിച്ചാൽ അല്ല. കണ്ടോ, ഇതാണ് സിബി. നല്ല സുഖം. ഏത് വർഷമായിരുന്നു? അതിന് എനിക്ക് ഓർമ്മയില്ല. അതല്ല അവിടെ ഡിഗ്രി 2018 വെള്ളപ്പൊക്കം ഓൺലൈനായിട്ട് MBA പാസ്സായി. സപ്ലൈ ഞാനൊക്കെ പാസ്സായി. സപ്ലൈ അടിച്ചു. വെള്ളപ്പൊക്കം കാരണമാണ്. കോളേജിൽ നിന്ന് പ്ലേസ്മെന്റ് കിട്ടിയ ജോലിക്ക് പോയത്. കഴിഞ്ഞില്ലേ നിനക്ക്? ലാസ്റ്റ് വൺ വാക്ക്. നേരത്തെ നല്ലതായിരുന്നു, പക്ഷെ അവിടെ ഇരുട്ടായി പോയി, ബാക്ക് ഇരുട്ടായി പോയി. അതാ അവിടെ ലൈറ്റില്ല, ഓപ്പോസിറ്റ് ആയിട്ട്. റെഡി ഓക്കെ അല്ലേ? എനിക്ക് റെഡി 2, 3 ആക്ഷൻ. ഫെസ്റ്റിലൊക്കെ മാനേജ്മെന്റ് ഫെസ്റ്റിന് പോയി ചെയ്തിട്ടുണ്ട്. റാംബാക്ക് മുമ്പ് ചെയ്തിട്ടുണ്ടോ? നല്ല ഇതൊക്കെ ചെയ്യും. അന്ന് ഞങ്ങളെല്ലാം ട്രെയിൻ ചെയ്ത ആളാണ് ഈ നിൽക്കുന്നത്. അന്നേ മുതലേ കഴിവുള്ള കുട്ടിയാണ്. കഴിവുകൾ വളർന്നു. സിനിമ നടി വരെയായി. വളർത്തണ്ട. ആ കഴിവ് വളർന്നോളം ഈ ലെവലിലെത്തിയില്ലേ? അതെ. എൻ്റെ കൂടെ നിൽക്കാൻ ഒരു ഭാഗ്യം കിട്ടിയില്ലേ കുട്ടിക്ക്? ഉണ്ടായിരുന്നോ? ബോയ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞപ്പോൾ ഫ്രണ്ട്സ്, അതെ ബോയ് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ എന്താ? സ്പെഷ്യൽ സ്പെഷ്യൽ ഫ്രണ്ടോ? അന്നൊന്നും ബെസ്റ്റി ഇല്ലായിരുന്നല്ലോ. അല്ല, ലവർ ഉണ്ടായിരുന്നു. അന്നൊന്നും ബെസ്റ്റീസ് ഇല്ലായിരുന്നല്ലോ. കോളേജില് ഒരു ഫോട്ടോ കോളേജിൽ കയറുമായിരുന്നു. ആൾക്കാരുണ്ട്. നിങ്ങൾ സ്റ്റെപ്പ് ഇറക്കി താഴെ നിൽക്കാം. അപ്പൊ ലിഫ്റ്റ് തുറന്ന് ഞാൻ വരാം. ദേവി
എല്ലാം അങ്കിത ചേച്ചി അതാ ഞാൻ പറയാം, നിങ്ങള് താഴെ വെയിറ്റ് ചെയ്ത് നിൽക്ക്. ഓക്കെ ബൈ. അല്ല, നല്ലതല്ലേ? എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ തിരുവല്ലയിലൊക്കെ വന്നിങ്ങനെ കവർ ചെയ്ത് കണ്ടിട്ട് അയ്യോ മഴയാട്ടോ ചോദിച്ചിട്ടില്ല. എന്താണ് അമ്മേനെ വിളിച്ചു ചോദിച്ചു, നല്ല മഴയാണ് ഇപ്പൊ ഇറങ്ങുമ്പോൾ ചോദിച്ചു. എന്ത് ചെയ്യാ? അല്ല, നിങ്ങളല്ലെങ്കിൽ കാറ് കയറുന്നവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അതാണ് നമ്മുടെ മെയിൻ കണ്ടന്റ് ഏതാ? കാറിൽ കയറി പോകാൻ ഇറങ്ങുന്നതും കയറുന്നതും അല്ല അടിപൊളി. പ്രശസ്ത നായികമാരെ ആരെ മഴയിൽ ഉപേക്ഷിച്ച് പോകാറുണ്ട്. എന്താ പറയാനോ? ഇതിലൊന്നുമില്ല. പോണോ? എന്തേലും അങ്കിത സീറ്റ് ബെൽറ്റ് കിട്ടില്ല. ഇട്ടോ, ഇതെന്താണ് ഇത്? ഇതെന്തിനാ? ഓക്കെ ഓക്കെ അങ്കിത സുരക്ഷിതമായി എത്തിക്കണം കേട്ടോ. പോയത് കണ്ടേ. ഓക്കെ ഓക്കെ മാറ്റിക്കോ.